ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തകിടം മറിഞ്ഞെന്ന ആരോപണവുമായി എംഎൽഎമാർ. കുട്ടനാട്ടുകാർ വലിയ കഷ്ടപ്പാടിലാണെന്നും മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയെയും ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് സാധിച്ചില്ലെന്നും ഭരണകക്ഷി എംഎൽഎ റജി ചെറിയാൻ ആരോപിച്ചു. തോട്ടുപള്ളി സ്പിൽവേയിൽ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്താത്തതിലും കുട്ടനാട് എംഎൽഎ അതൃപ്തി വ്യക്തമാക്കി. എന്നാൽ ക്യാബിനറ്റ് നടക്കുന്നതിനിടെയാണ് റജി ചെറിയാൻ വിളിച്ചതെന്നാണ് മുഖ്യമന്ത്രി നൽകുന്ന വിശദീകരണം. തോട്ടപ്പള്ളി സ്പിൽവേയിലെ ഡ്രഡ്ജിംഗ് മനഃപൂർവ്വം നിർത്തിവെപ്പിച്ചതാണെന്ന ആരോപണവുമായി സജി ചെറിയാൻ എംഎൽഎ രംഗത്തെത്തി. മഴക്കെടുതി രൂക്ഷമായ കോന്നിയിലേക്ക് മുഖ്യമന്ത്രി എത്തിയില്ലെന്ന ആരോപണമാണ് KU ജനീഷ് കുമാർ എംഎൽഎ ആരോപിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അവലോകന യോഗത്തിലേക്ക് തന്നെ മനഃപൂർവ്വം വിളിച്ചില്ലെന്നും ജനീഷ് കുമാർ പറഞ്ഞു. സംസ്ഥാനത്തെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏകോപനമില്ലെന്ന വാദം ശക്തമാക്കുന്നതാണോ എംഎൽഎമാരുടെ ആരോപണങ്ങൾ? കാണാം RD എക്സ്ട്രാ. കുട്ടനാട്ടിൽ മഴക്കെടുതി രൂക്ഷമായ സാഹചര്യത്തിലാണ് സർക്കാരിനെതിരെ ആരോപണവുമായി റജി ചെറിയാൻ MLA രംഗത്തെത്തിയത്. പ്രളയസമയത്ത് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ആനയിച്ചുകൊണ്ട് നടക്കാനാവില്ല. ദുരന്തബാധിതർക്കായി ചെയ്യാൻ കഴിയുന്നതെല്ലാം താൻ ചെയ്യുന്നുണ്ടെന്നും റജി ചെറിയാൻ വ്യക്തമാക്കി. കിഴക്കൻ മലനിരകളിൽ നിന്നെത്തുന്ന വെള്ളം ഒഴുകിപ്പോകാത്തതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. കളക്ടറോടും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോടും തോട്ടപ്പള്ളി സ്പിൽവേ വൃത്തിയാക്കാൻ ആവശ്യപ്പെട്ടതാണ്. എന്നാൽ ഉദ്യോഗസ്ഥർ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. ക്യാമ്പുകളിലും വെള്ളം കയറുകയാണെന്നും കുട്ടനാട് ദയനീയ അവസ്ഥയിലാണെന്നും റജി ചെറിയാൻ കൂട്ടിച്ചേർത്തു. കോന്നി MLA KU ജനീഷ് കുമാറും മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനമാണ് ഉയർത്തുന്നത്. മഴക്കെടുതി രൂക്ഷമായ കോന്നിയിലേക്ക് മുഖ്യമന്ത്രി എത്തിയില്ലെന്നും മുഖ്യമന്ത്രി പങ്കെടുത്ത അവലോകന യോഗത്തിലേക്ക് വിളിച്ചില്ലെന്നും ജനീഷ് കുമാർ ആരോപിച്ചു. മുഖ്യമന്ത്രി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ പോലെ തരം താഴുന്നുവെന്നും ജനീഷ് കുമാറിന്റെ വിമർശനം. എന്നാൽ അവലോകന യോഗത്തിൽ MLAമാരെ വിളിക്കാതിരുന്നത് ഏകോപന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാതിരിക്കാനാണെന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. വെള്ളക്കെട്ട് രൂക്ഷമായ പ്രദേശങ്ങൾ മാത്രമാണ് താൻ സന്ദർശിച്ചതെന്നും VD സതീശൻ വ്യക്തമാക്കി. RD എക്സ്ട്രാ ന്യൂസ് മലയാളം. മഴക്കെടുതി രൂക്ഷമായ സാഹചര്യത്തിൽ സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായി പരാജയപ്പെട്ടെന്ന് റജി ചെറിയാൻ MLA ആരോപിച്ചു. മുഖ്യമന്ത്രിയെയും റവന്യൂ മന്ത്രിയെയും ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെന്നും റജി ചെറിയാൻ MLA പറഞ്ഞു. ഫോൺ എടുക്കാത്തത് മന്ത്രിസഭാ യോഗത്തിലായതിനാലാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പ്രതികരിച്ചു. ഇപ്പം ഒരു കാര്യമുണ്ട്, ഇത് മൊത്തം മുറിച്ച് നേരത്തെ തന്നെ ഇട്ടാൽ നമുക്ക് കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിന് നല്ലൊരു പരിഹാരം ഉണ്ടാക്കാം. മുഖ്യമന്ത്രി ഞാൻ രാവിലെ വിളിച്ചു, അപ്പം മുഖ്യമന്ത്രിയെ കിട്ടിയിട്ടില്ല. അത് ക്യാബിനറ്റ് ഉള്ളപ്പോഴും അദ്ദേഹം വിളിച്ചത് ആണ്. അതെ, ഇപ്പം ഞാനിപ്പോൾ ലിജുവിൻ്റെ മന്ത്രി ലിജുവിൻ്റെ ആലപ്പുഴയിലുള്ള ചാർജുള്ള മന്ത്രി അദ്ദേഹം കൂടിയ 2 യോഗത്തിൽ ഇദ്ദേഹം പങ്കെടുത്തിരുന്നു. ഇപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറയുന്നത് ക്യാബിനറ്റ് ഇവിടെ കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ്. ലിജുവിൻ്റെ ഫോണിൽ നമ്പർ കിടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പങ്കെടുത്ത അവലോകന യോഗത്തിലേക്ക് തന്നെ വിളിച്ചില്ലെന്നും മഴക്കെടുതി രൂക്ഷമായ കോന്നിയിലേക്ക് മുഖ്യമന്ത്രി തിരിഞ്ഞു നോക്കിയില്ലെന്നും KU ജനീഷ് കുമാർ MLA ആരോപിച്ചു. എന്നാൽ MLAമാരെ വിളിക്കാതിരുന്നത് ഏകോപന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാതിരിക്കാനാണെന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങളുണ്ടായ കോന്നി സന്ദർശിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഇന്നലെ ജില്ലാതലത്തിലുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുത്തുകൊണ്ട് യോഗം ചേർന്നു. ഞാൻ അന്വേഷിച്ചപ്പോൾ ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ കോന്നി MLA അറിയിക്കേണ്ടതില്ല എന്ന് നിർദ്ദേശിച്ചു എന്നാണ്. അത് ഞങ്ങൾ MLAമാരെ ക്ഷണിച്ചിരുന്നില്ല. ആ മീറ്റിങ്ങിൽ എല്ലാ ജില്ലാ കളക്ടറെയും ചാർജുള്ള മന്ത്രിയെയും അവിടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെ, ഞാൻ താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാരെ വിളിക്കരുതെന്നുകൂടി പറഞ്ഞു മീറ്റിംഗ്. കാരണം അത് അവിടുത്തെ സിസ്റ്റത്തെ ബാധിക്കും. മന്ത്രി M ലിജു പങ്കെടുത്ത യോഗത്തിൽ പൊഴി മുറിക്കാൻ കർശന നിർദ്ദേശം നൽകിയിരുന്നുവെന്ന് മുൻ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കരുതെന്നും സജി ചെറിയാൻ വ്യക്തമാക്കി. ഞങ്ങൾക്കുള്ള ഏക വഴി ഈ തോട്ടപ്പള്ളി പൊഴി മുറിക്കുക, വീതി കൂട്ടി 1000 കൂട്ടി പൊഴി മുറിച്ച് കളയുക. അതിന് ഇറിഗേഷൻ വകുപ്പിന് ഗവൺമെന്റ് നിർദ്ദേശം കൊടുത്തു. സത്യമാണ്, ബഹുമാനപ്പെട്ട മന്ത്രി ലിജു പങ്കെടുത്ത യോഗത്തിൽ കർശനമായ നിർദ്ദേശം കൊടുത്തു. ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയത്തില്ല, കാരണം ഈ ഒരു സന്ദർഭത്തിൽ രാഷ്ട്രീയം പറഞ്ഞത് ശരിയല്ല. ആ നിർദ്ദേശം എന്തുകൊണ്ട് പാലിച്ചില്ല? ഇത് കണ്ടുപിടിക്കണം. ഞാൻ ആരെ കുറ്റപ്പെടുത്താൻ, പിന്നെ ആരെ മോശപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്? ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കരുത്, ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കരുത്. ദുരന്തമുഖത്ത് സർക്കാരിന് വീഴ്ചയുണ്ടായെന്ന് മുൻമന്ത്രി K രാജൻ ആരോപിച്ചു. ഇപ്പോൾ റവന്യൂ വകുപ്പ് ഉണ്ടോ എന്ന് കോൺഗ്രസുകാർ തന്നെ ചോദിക്കുകയാണെന്നും K രാജൻ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നടപടിക്രമങ്ങളിൽ പഞ്ചായത്ത് തല ദുരന്ത ലഘൂകരണ പ്ലാൻ നടപ്പിലാക്കിയിട്ടുള്ള കേരളത്തിൽ അത് ആവശ്യമായ വിധത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. റവന്യൂ വകുപ്പ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടോ എന്ന് ചോദ്യം ഞങ്ങൾ ചോദിച്ചില്ല. കാരണം
ഒരു ദുരന്ത ഘട്ടത്തിൽ അത് ചോദിക്കേണ്ട എന്ന് വെച്ചതാണ്. പക്ഷെ ഞങ്ങളെപ്പോലും തോൽപ്പിച്ചുകൊണ്ട് പത്തനംതിട്ട ജില്ലയിലെ കോൺഗ്രസിൻ്റെ ബഹുമാന്യരായിട്ട് 2 MLA-മാർ ഇപ്പോൾ റവന്യൂ വകുപ്പ് ഉണ്ടോ എന്ന ചോദ്യം തന്നെ ചോദിക്കാൻ ഇടയായതായി കാണാൻ കഴിയും. തോട്ടപ്പള്ളിയിൽ മണ്ണ് മാറ്റി തുടങ്ങിയെന്നും സ്പിൽവേയിലൂടെ കൂടുതൽ വെള്ളം ഒഴുക്കിവിടുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. 2018 മുതൽ ചെയ്യേണ്ടതൊന്നും ചെയ്തില്ലെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഇന്ന് ഒഴുക്ക് നിർബാധം തുടരത്തക്ക നിലയിൽ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം സൂചിപ്പിച്ചു. പിന്നെ മണ്ണ് മാറ്റുന്നുണ്ട്. യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലീഡിംഗ് ചാനലിൻ്റെ ആഴം വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ സ്പിൽവേയിലൂടെ കൂടുതൽ വെള്ളം ഒഴുക്കി കളയുക, ഇതാണ് വേണ്ടത്. ഇപ്പം അതിനുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയും വില്ലേജ് ഓഫീസറെയും പെർമനൻ്റായിട്ട് ഇത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ജില്ലാ കളക്ടർ നിയോഗിച്ചിട്ടുണ്ട്. ഹെലികോപ്റ്റർ ദുരുപയോഗം ചെയ്തെന്ന വിവാദത്തിൽ വീണ്ടും മുഖ്യമന്ത്രി വി ഡി സതീശൻ വഴുതിമാറി. ഹെലികോപ്റ്റർ യാത്രയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ തിങ്കളാഴ്ചയും ഇന്നും നൽകിയ പ്രതികരണങ്ങൾ കൂടി കേട്ടിട്ട് വരാം. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവർ രാത്രി ഡിന്നർ മീറ്റിങ്ങിന് കാണാമെന്നാണ് പറഞ്ഞത്. അവർ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് കണ്ടതിന് ശേഷമാണ് കൊച്ചിയിൽ വന്നത്. അവരെ തമിഴ്നാട് മുഖ്യമന്ത്രി കണ്ടിട്ടും ഞാൻ കാണാതെ പോയാൽ അതൊരു ബുദ്ധിമുട്ടാവും, പിന്നീട് ഒരു ആക്ഷേപവും. അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ അല്ല, രഹസ്യമായി ചിലരെ കാണേണ്ടി വരും, അല്ലാതെയും കാണേണ്ടി വരും. ചിലപ്പോൾ മുഖ്യമന്ത്രി ഇവിടെ വന്ന് കാണും. ഞാൻ അന്ന് വൈകുന്നേരം എറണാകുളത്തുള്ളതുകൊണ്ട് എറണാകുളത്ത് കാണാമെന്ന് പറഞ്ഞാൽ. ഇതിപ്പോൾ പല കാര്യങ്ങൾ വന്നു ഇതിൽ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഏകോപനമില്ലായ്മ എന്നുള്ള ആരോപണം തന്നെയാണ്. അത് ഭരണകക്ഷിയിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഭരണ മുന്നണിയിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നു എന്നുള്ള ഒരു പ്രശ്നമാണ് കൂടുതൽ ഈ സാഹചര്യത്തെ രൂക്ഷമാക്കുന്നത്. എന്താണ് സനീഷിന് തോന്നുന്നത്? അല്ല, ഇതിപ്പോൾ നമ്മൾ സർക്കാരിൻ്റെ ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളാകെ പരാജയമാണ് എന്നൊന്നും പറയുന്നത് ശരിയുമല്ല. അത് പറയേണ്ടുന്ന സാഹചര്യവും ഇല്ല. ഞാനത് പറയാൻ ആളുമല്ല. നമ്മളത് പറയുന്നില്ല. അതായത് അങ്ങനെ ഒരു മൊത്തം കുഴപ്പമായിട്ടാണ് എല്ലാ കാര്യങ്ങളും പോകുന്നതൊന്നും പറയേണ്ട സാഹചര്യമില്ല. അവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ വാർത്തയിൽ പ്രധാനപ്പെട്ട ബൈറ്റുകൾ കൊടുത്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൂടെയുണ്ട്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുള്ളത്, ഇതെല്ലാം കൂടെ കാണുമ്പോൾ ഈ മറ്റേ സിനിമയിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട്, അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ വിഷയങ്ങളുടെ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത്, നമ്മുടെ മറ്റേ സിനിമയിൽ പപ്പു പറയുന്നില്ലേ, ആ ചെറിയ സ്പാനറിങ് എടുക്കുക, ഞാനിപ്പോൾ ശരിയാക്കി തരാമെന്ന്. അതുപോലെയാണ് മുഖ്യമന്ത്രി, ഞാൻ ഇതെല്ലാം ശരിയാക്കാം, എനിക്കിതെല്ലാം അറിയാം എന്ന മട്ടിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ്. മറ്റുള്ളവരെ അദ്ദേഹം വേണ്ടത്ര ഗൗരവത്തോടെ എടുക്കുന്നില്ല എന്നൊരു തോന്നൽ അനുദിനം വർദ്ധിച്ച് വരികയാണ്. ഞാൻ ക്യാബിനറ്റ് യോഗത്തിനകത്ത് ഇരിക്കുമ്പോഴാണ് അദ്ദേഹം എന്നെ വിളിച്ചത് എന്ന് പറയാവുന്ന ആൾക്ക് ആ ക്യാബിനറ്റ് യോഗം കഴിഞ്ഞാൽ ആ ഫോണിൽ മിസ്ഡ് കാണുകയാണെങ്കിലോ ഇത് ദുരിതം ഉണ്ടായിരിക്കുന്ന സ്ഥലത്തെ ഒരു MLA ആണല്ലോ, ഒന്ന് തിരിച്ചു വിളിച്ചേക്കാം എന്നുകൂടെ ഒരു വിളിച്ചേക്കാം എന്ന തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല എന്നത് നമുക്ക് തോന്നും. ഇനിയിപ്പോൾ അദ്ദേഹം വിളിച്ചോ, ചിലപ്പോൾ നാളെ ഈ ചോദ്യം വരുമല്ലോ എന്നോട്, അപ്പം നാളെ തിരിച്ച് മറുപടി കൊടുത്തേക്കാം, ഞാൻ വിളിച്ചു അത് പക്ഷേ നിങ്ങളോട് പറയാഞ്ഞിട്ടാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും അദ്ദേഹം വിളിച്ചതായിട്ട് ഇവിടെ പറഞ്ഞില്ല. അപ്പോൾ ആ ആളെ മുഖവിലക്കെടുക്കാൻ ഇദ്ദേഹം തയ്യാറല്ല. KU ജനീഷ് കുമാർ എന്നെ അവലോകന യോഗത്തിനെക്കുറിച്ച്, അവലോകന യോഗത്തിൽ MLA-മാർ ആരെയും വിളിച്ചിട്ടില്ല. MLA-മാർക്ക് പിന്നെന്താ പണി? MLA-മാർക്ക് എന്താ, അത് അവലോകനം, അവിടുത്തെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടേണ്ട, അതുകൊണ്ട് താഴെത്തട്ടുള്ള ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ടില്ല എന്നൊരു വിശദീകരണമായിട്ട്. താഴെത്തട്ടുള്ള ഉദ്യോഗസ്ഥരെ വിളിക്കണ്ട, ശരി, അവർക്ക് ആ പണിയുണ്ട്, അവരത് അവലോകനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. MLA-മാർ അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നയാളല്ലേ, അവരെ വിളിച്ചാൽ എന്താ കുഴപ്പം? അവരെ വിളിക്കാതിരുന്ന ഒരു കുഴപ്പമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള ദുരന്തമൊക്കെയുള്ള സാഹചര്യത്തിൽ ആളുകൾ എല്ലാ രാഷ്ട്രീയ വ്യത്യാസവും മറന്നിട്ട് ഒരു ഫ്രെയിമിൽ ഒരു സ്ഥലത്ത് നിന്ന് നിൽക്കുമ്പോൾ മനുഷ്യർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ധൈര്യം ഉണ്ടാകും. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അങ്ങനെയായിരുന്നു. പിണറായി വിജയനും രമേശ് ചെന്നിത്തലയും കൂടെ ഈ ഹെലികോപ്റ്റർ പോകുമ്പോൾ നമുക്കൊരു ധൈര്യമുണ്ട്, ഇതാ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ചാണ് കേട്ടോ. ആ തോന്നലുണ്ടാകാൻ ഓരോരോ പ്രാദേശിക സ്ഥലങ്ങളിലും അവിടുത്തെ MLA-മാരും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരെയും വിളിക്കണം. അപ്പോൾ അവലോകന യോഗത്തിൽ ഞങ്ങൾ അദ്ദേഹത്തെ വിളിച്ചില്ല, ചിരി. ഇതാണ് ഡിസൈസ് ചെയ്യുന്നത്. എല്ലാം ഞാൻ ശരിയായിക്കൊള്ളാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നാണ്. ഈ എല്ലാം ഞാൻ ശരിയായിക്കൊള്ളാം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്ററിൻ്റെ കാര്യത്തിലും അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം പറയാണ് ഇത്ര സുതാര്യതയൊക്കെ ഉള്ളൂ, ഞാൻ സ്വകാര്യമായിട്ട് ചില ആളുകളെ കാണേണ്ടി വരും. വി.ഡി. സതീശൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വി.ഡി. സതീശൻ സ്വകാര്യമായിട്ട് കാണുക എന്ന് വെച്ചാൽ നമ്മുടെ പണി എന്താ? മാധ്യമപ്രവർത്തകർ ചോദിച്ചു, നിങ്ങൾ ഇന്നലെയും ചോദിച്ചു, ഇന്നും ചോദിക്കുകയാണോ എന്ന് പറഞ്ഞ് ചൂടാവാണ്. ഞങ്ങൾ ഇനിയും ചോദിക്കും. എന്താണെന്ന് വെച്ചാൽ ജേർണലിസം എന്ന പരിപാടിയുടെ പ്രാഥമികമായ നിർവചനം തന്നെയും എവിടെയോ ഒരാൾ സപ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വാർത്തയെ വലിച്ചു പുറത്തിടലാണ് മാധ്യമപ്രവർത്തനം. ഇത് ഞാൻ രഹസ്യമായിട്ട് ചെയ്യേണ്ടി വരും ചില കാര്യങ്ങൾ എന്ന് അദ്ദേഹം പറയാണ്. ഞാൻ രഹസ്യമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, അത്ര സുതാര്യതയുള്ളൂ എന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറയാണ്. അത്രക്ക് പരസ്യമായിട്ട് പറയുമ്പോൾ പരസ്യമായിട്ട് നമ്മളും പറയണമല്ലോ. എന്താ അങ്ങനെ രഹസ്യമായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ രഹസ്യമായിട്ട് വെക്കണം. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി രഹസ്യമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ വെക്കുമ്പോഴാണ് നമ്മൾ മാധ്യമം ആഹാ എന്നൊരു ഉഷാറും കിട്ടുക. അതായത് എന്താണ് പറഞ്ഞിരിക്കുന്നത്,
ഈ ജേർണലിസം ഈസ് പ്രിൻറ്റിംഗ് വാട്ട് സമ്മൺ എൽസ് ഡസ് നോട്ട് വാണ്ട് പ്രിൻറ്റഡ്, എവറിത്തിങ് എൽസ് ഈസ് പബ്ലിക് റിലേഷൻസ്, ന്യൂസ് ഈസ് വാട്ട് സംബഡി സംവെയർ വാണ്ട്സ് ടു സപ്രസ്, ഓൾ ദി റെസ്റ്റ് ഈസ് അഡ്വർടൈസിങ്. ആരെങ്കിലും എവിടെയെങ്കിലും അമർത്തി വെക്കാൻ ശ്രമിക്കുന്ന, രഹസ്യമാക്കി വെക്കാൻ ശ്രമിക്കുന്ന സാധനത്തെ വലിച്ചു പുറത്തിട്ട് പരസ്യപ്പെടുത്തലാണ് ജേർണലിസം. ബാക്കിയെല്ലാം പരസ്യമാണ്. നമ്മൾ ഈ പരസ്യ മേഖലയല്ലോ ശ്രീ വി ഡി സതീശൻ പണിയെടുക്കുന്നത്. ഞങ്ങൾ മാധ്യമ പ്രവർത്തനത്തിലാണ്. നിങ്ങൾ രഹസ്യമായിട്ട് വെക്ക്, നമുക്കത് കാണാം. നാളെയും ചോദിക്കും, മറ്റന്നാളും ചോദിക്കും. അദ്ദേഹം ചൂടായിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു ദിവസം പറഞ്ഞു ഞാൻ ഹെലികോപ്റ്ററിൽ അവിടം വരെ പോയ നിക്ഷേപകരെ കാണാൻ വേണ്ടി പോയതാണെന്ന് പറഞ്ഞു. ഇന്ന് അദ്ദേഹം പറയുന്നത് അവിടം വരെ പോയപ്പോൾ നിക്ഷേപകരെ കാണാൻ പോയത്. രസമാണ് ഇത്, അദ്ദേഹത്തിന് എന്ന് പറഞ്ഞാൽ നമുക്കും രസമാണ്. കാരണം ഒരു ദിവസം ഒന്ന് പറയുന്നു, പിറ്റേ ദിവസം ഒന്ന് മാറ്റി പറയുന്നു. ഏതാണ് ആ ഇൻവെസ്റ്റർ? 3.25 കോടി ജനതയുള്ള കേരളത്തിലെ ഇത്രമാത്രം നിക്ഷേപ സാധ്യതകളുള്ള നമ്മുടെ വലിയ കടൽ തീരമുള്ള, അദ്ദേഹം അതിന് പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു നിക്ഷേപകൻ മുഖ്യമന്ത്രി അങ്ങോട്ട് വിളിച്ചു വരുത്തുകയാണ്. അതാരാണെന്ന് കേരളത്തിന് അറിയണം. വി ഡി സതീശൻ വിചാരിക്കുന്നത് ഞാൻ മാത്രം, എൻ്റെ ചെറിയ സ്പാനർ കൊണ്ട് ഞാനങ്ങ് ശരിയാക്കി തരാമെന്ന് വിചാരിക്കാൻ വി ഡി സതീശനും അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിലെ കുമാരേട്ടനും ഈ സനീഷിനും എല്ലാം ഒരേപോലെ അവകാശമുള്ള കാര്യമാണ് ഈ കേരളം. ഒരേപോലെ ഉത്തരവാദിത്തമുള്ളതാണ് ഈ കേരളത്തിൻ്റെ വികസനം. അത് വി ഡി സതീശന് മാത്രമല്ല, അദ്ദേഹത്തെ ഞങ്ങൾ ഈ പണി നിങ്ങൾ ചെയ്യൂ മിസ്റ്റർ വി ഡി സതീശൻ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പണി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. ജനാധിപത്യം എന്ന് വെച്ചാൽ അതാണ്. അങ്ങനെയല്ല, ഇത് എൻ്റെ പരിപാടിയാണ്, ഞാനങ്ങ് ശരിയാക്കി തരാമെന്ന് പറയുമ്പോൾ അദ്ദേഹം കേന്ദ്രത്തിലേക്ക് നോക്കണം. 12 കൊല്ലക്കാലം ഭരിച്ച നരേന്ദ്രമോദിയെ 2 തവണ മുട്ടുകുത്തിച്ചു, കുട്ടികൾ മുട്ടുകുത്തിച്ചു. അപ്പോൾ ഞാൻ ശരിയാക്കാം, എനിക്ക് മാത്രമേ കേരളത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റി അറിയൂ, അതുകൊണ്ട് ഞാൻ അവിടെ പോയി രഹസ്യമായിട്ട് തന്നെ നടപ്പാക്കും. വലിയ ഇൻവെസ്റ്റ്മെൻറ്റാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, എൻ്റെ മുഖ്യമന്ത്രിയെ, കരുത്തരായ എൻ്റെ മുഖ്യമന്ത്രിയെ ഇങ്ങോട്ട് വരൂ മിസ്റ്റർ വി ഡി സതീശൻ എന്ന് വിളിക്കാൻ അവകാശമുള്ള, ധൈര്യമുള്ള ആ ഇൻവെസ്റ്റർ ആരാണെന്ന് കേരളത്തിൽ അറിയണം. അത് മാധ്യമങ്ങൾ ചോദിക്കും. ചോദിച്ച് കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ മനസ്സിലാക്കും. അല്ല, ഞാൻ അങ്ങോട്ടേക്ക് പോയപ്പോൾ അവിടെ വെച്ച് കണ്ടതാണെങ്കിൽ എന്നാൽ പിന്നെ അത് പറ, അതപ്പോൾ എന്തിനാണ് നിങ്ങൾ അവിടെ പോയിരിക്കുന്നത് എന്ന കാര്യവും നിങ്ങൾ പറയേണ്ടി വരും. ഇദ്ദേഹം ഇപ്പോൾ ഒരുപാട് ആളുകൾ, അദ്ദേഹത്തിന് അനുകൂലിയായിട്ടുള്ള ആളുകൾ ഫേസ്ബുക്കിൽ എഴുതുന്നുണ്ട്, ഇദ്ദേഹം ഭയങ്കരമായിട്ട് മാധ്യമ മാനേജ്മെൻറ്റ് ചെയ്യുകയാണ്, ഭയങ്കര ഗംഭീരമാണ്, മാധ്യമ പ്രവർത്തകരൊക്കെ തോറ്റുപോകുകയാണെന്ന്. സത്യത്തിൽ ഉരുളുകയാണ്. ഇന്നലെ പറഞ്ഞല്ല ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് പറയാണ്, ഇതിന് ശേഷം നമ്മൾ കാണിക്കാത്ത ബൈറ്റുണ്ടെന്ന് അദ്ദേഹം പിന്നീട് തിരുവനന്തപുരത്ത് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറയാണ്, ഇവിടെ ഭയങ്കരമായിട്ട് സമരങ്ങളൊക്കെ വരും, ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ തടയും. അദ്ദേഹത്തിനൊപ്പം നിന്ന ഈ പൗരസമൂഹത്തിൻ്റെ ആളുകളൊക്കെ അവിടെയുണ്ട്. ഏത് MN കാരശ്ശേരി തൊട്ടുള്ള ഇങ്ങോട്ടുള്ള ആളുകളുണ്ടല്ലോ, ഏത് കഴിഞ്ഞ സർക്കാരുകളെയും സമരങ്ങൾ നടത്തിയ ആളുകൾ. പിന്നെ ജമാഅത്തെ ഇസ്ലാമി, സംസ്ഥാനത്ത് എവിടെയെങ്കിലും വികസനം എന്ന് കേട്ടാൽ ഉടനടി ചാടി വീഴുന്ന ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ കൂടെയുണ്ട്. എല്ലാവരും ഉണ്ട് മിസ്റ്റർ വി ഡി സതീശൻ, എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ നാട്ടുകാരെ അറിയിക്കാതെ ഞാൻ മാത്രമായിട്ട് കേരളത്തിലേക്ക് ഒരു വികസനം കൊണ്ടുവന്ന് കളയാം എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അതവിടെ നിലക്ക് നടക്കില്ലല്ലോ. സമരം നടക്കും, നാട്ടിൽ സമരം നടക്കുന്ന നാടല്ലേ ഇത്. നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടിരുന്നു. വി ഡി സതീശൻ, വടശ്ശേരി ദാമോദര മേനോൻ മകൻ വി ഡി സതീശൻ വിചാരിക്കുകയാണ് ഇത് നല്ലതാണ് കേരളത്തിന് എന്ന് വിചാരിച്ച് അദ്ദേഹം കൊണ്ടുവരുമ്പോൾ കുറേ ആളുകൾക്ക് തോന്നുകയാണ് ഇത് നല്ലതല്ല എന്ന് തോന്നിയാൽ എതിരഭിപ്രായങ്ങളുണ്ടാവും, സമരങ്ങളുണ്ടാകും. അപ്പോൾ അതിനെതിരെ മറുപടി പറയേണ്ടി വരും. എങ്ങനെയാണ് മറുപടി പറയുക? അതിന് സർക്കാർ സുതാര്യത കൊണ്ടാണ് മറുപടി പറയേണ്ടത്. അതിനിപ്പോൾ പിണറായി വിജയൻ, വി ഡി സതീശൻ ഒന്നുമില്ല. പിണറായി വിജയൻ വിചാരിക്കുകയാണ് ഞാൻ വിചാരിക്കുന്നതാണ് ഈ നാട്ടിൽ നടക്കേണ്ടത് എന്ന് വിചാരിച്ചാൽ അദ്ദേഹത്തിന് വിചാരിക്കുന്നതല്ല, മറ്റുള്ളവർ വിചാരിക്കണമല്ല ഇത് അദ്ദേഹം കരുതുന്നത് ശരിയല്ല, ഇങ്ങനെയല്ല വികസനം വരേണ്ടതെന്ന് വിചാരിച്ചാൽ എതിരഭിപ്രായങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പോൾ എതിരഭിപ്രായങ്ങൾ വരാതിരിക്കാനും സമരങ്ങൾ വരാതിരിക്കാനും ഞാൻ രഹസ്യമായിട്ടൊരു ഹെലികോപ്റ്റർ എടുത്തിട്ട് അപ്പുറത്തേക്ക് പോയിട്ട് ഇൻവെസ്റ്റേഴ്സിനെ കാണാൻ പോയാൽ നാളെ വീണ്ടും ചോദ്യം വരും. അദ്ദേഹത്തിന് പറയാതിരിക്കാനുള്ള സർവ്വ അധികാരമുണ്ട്, പറയാതിരിക്കട്ടെ. നാളത്തെ വാർത്താ സമ്മേളനത്തിനും പറയാതിരിക്കട്ടെ, മറ്റന്നാളും പറയാതിരിക്കട്ടെ, ഒരു മാസത്തോളം പറയാതിരിക്കട്ടെ, എല്ലാവരും വീണ്ടും ചോദിക്കും എവിടെ മുഖ്യമന്ത്രി നിങ്ങൾ പോയത്? നിങ്ങളെ ഇങ്ങോട്ട് വരൂ മിസ്റ്റർ വി ഡി സതീശൻ എന്ന് പറഞ്ഞ് അങ്ങോട്ട് വിളിക്കാനുള്ള ഈ അത്രമാത്രം കരുത്തനായ ആ ഇൻവെസ്റ്റർ ആരാണ്? ആ ഇൻവെസ്റ്റർ എന്താണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ തീരപ്രദേശത്ത് ഈ കടലിൻ്റെ കാര്യത്തിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നതെങ്കിൽ അത് എന്താണ് അതിൻ്റെ കാര്യം പറ. അതിൻ്റെ കാര്യം പറ. സമരങ്ങളിലൂടെ വളർന്നു വന്നൊരു നാടാണിത്. അല്ലാതെ രാഷ്ട്രീയ പ്രവർത്തകർ അവരവരുടെ ബുദ്ധി വെച്ചിട്ട് ഞാനങ്ങ് നടപ്പാക്കുന്നു, ചെറിയ സ്പാനർ കൊണ്ട് ഇപ്പോൾ ശരിയാക്കി തരാമെന്നവർ ഉണ്ടാക്കിയ നാടല്ല ഈ കേരളം. ഇത് സമരം കൊണ്ടുകൂടി ഉണ്ടായ നാടാണ്. അപ്പോൾ ചിലപ്പോൾ സമരം ഉണ്ടാവും, എതിരഭിപ്രായങ്ങൾ ഉണ്ടാവും, മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളുണ്ടാവും, ഇനിയും ചോദിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സവിശേഷത ഈ 2 സംഭവങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഹെലികോപ്റ്ററിനെ ആണെങ്കിലും കാലാവസ്ഥയിലാണെങ്കിലും ഞാൻ മാത്രം, ഞങ്ങൾ കാര്യങ്ങൾ ശരിയാക്കേണ്ടത് അത് മതി. റെജി ചെറിയാൻ ഇങ്ങോട്ട് വിളിച്ചാൽ ഫോൺ എടുക്കണം, സൗകര്യമില്ല, ഞാൻ പിന്നെ വിളിക്കാൻ ഞാൻ കുറച്ച് സമയം പോലെ വിളിച്ചോളാം. ജനീഷ് കുമാർ മറ്റേ പാർട്ടിയുടെ ആളാണ്, MLA വിളിക്കേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. MLA എന്താ പറയണ്ടേ അവരുടെ കാര്യം? അവരവരോരുത്തർ അവർ പറയണ്ടേ? അപ്പോൾ അത് ഞങ്ങൾ തീരുമാനിച്ചു. ഹെലികോപ്റ്റർ ഞാൻ മാധ്യമങ്ങളോട് പറയുന്നില്ല, നിങ്ങളോട് പറയാൻ പോകുന്നില്ല എന്ന് വീട്ടിൽ പ്രസംഗിക്കുകയാണ്. അത് എത്രത്തോളം പോകുമെന്ന് നമുക്ക് കാണാമല്ലോ. 102 സീറ്റിൻ്റെ ബലത്തിലാണ് വി ഡി സതീശനെ ചെയ്യുന്നതെങ്കിൽ അതിനേക്കാളും വലിയ ശക്തിമത്തായിട്ട് വന്നിട്ട് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ മുട്ടൂതി താഴേക്ക് ഇരുന്നില്ലേ കുട്ടികളുടെ സമരത്തിന്? വി ഡി സതീശൻ മനസ്സിലാക്കണം, അദ്ദേഹം ആ പാർട്ടിയുടെ ആളല്ല, അദ്ദേഹം ഇപ്പുറത്ത് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് ഒരു സീറ്റും ഒരു വലിയ അധികാര പദവിയില്ലാതെ രാഹുൽ ഗാന്ധിയും അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയല്ല. അപ്പോൾ മാധ്യമങ്ങൾ ചോദിക്കും. വി ഡി സതീശനോട് ഒന്നുകൂടെ ഞാനിത് പറയുന്നതിന് ഒരു വർഷം അവസാനിപ്പിക്കട്ടെ. അതായത് ഞങ്ങൾ നാളെയും ചോദിക്കും ശ്രീ വി ഡി സതീശൻ, ഞങ്ങൾ നാളെയും ചോദിക്കും എവിടെ നിങ്ങൾ എന്തിനാണ് ഹെലികോപ്റ്റർ പോയത്? ആരാണ് ഇൻവെസ്റ്റർ? നിങ്ങൾ അങ്ങോട്ട് വിളിച്ചിട്ട് പോയതാണോ അല്ലെങ്കിൽ നിങ്ങൾ പോയ വഴിക്ക് കണ്ടതാണോ?
പറയും വരെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിൽ സംശയിക്കുക വേണ്ട. ഇത് പറയണ്ടേ നമ്മൾ? അതെ, തീർച്ചയായും. അതാണ് ഇതിനകത്ത് സനീഷ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തുടർച്ചയായി നമ്മൾ ഈ ദുരന്തത്തെ അഭിമുഖീകരിക്കുന്നുണ്ട്, പ്രകൃതി ദുരന്തത്തെ. അത് ഒരു തവണ, അതായത് 2018 വലിയ തോതിൽ നമ്മൾ ആ പ്രളയത്തെ അനുഭവിച്ചു. ആ പ്രളയം പോലെ അല്ല 2019 പ്രളയം. 2019 പ്രളയം പോലെയല്ല പിന്നീടുണ്ടായ ഉരുൾപൊട്ടലുകളും ഒക്കെ. മൂന്നാറിലുണ്ടായ പെട്ടിമുടിയിലെ ദുരന്തമായാലും അതിനുശേഷം ഈ വയനാട്ടിലെ ദുരന്തമായാലും ഇതെല്ലാം അതുപോലെ ഇത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഈ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഒരു പ്രളയ സമാനമായ സാഹചര്യം എന്ന് പറയുന്നതും അന്ന് 2018 19 പോലെയൊന്നല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് ചേർന്ന് നിൽക്കുന്ന, സർക്കാർ പറയുന്ന ആ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു തലം എന്ന് പറയുന്നത്, ഇത് വേറെ കുറേ സ്ഥലത്ത് വെള്ളം പൊങ്ങിയിട്ടുണ്ട്. 2018 പൊങ്ങാത്ത സ്ഥലത്ത് പൊങ്ങാത്ത അളവിൽ പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെ മാനേജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ വീഴ്ചകൾ നമുക്ക് അംഗീകരിക്കാം. പക്ഷേ അതിനപ്പുറത്ത് ഇതിനെ കൈകാര്യം ചെയ്യുമ്പോൾ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു തലം കൂടിയുണ്ടല്ലോ. അവിടെ വരുമ്പോഴാണ് ഇത് വലിയ പരാജയമായി മാറുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ചിലപ്പോൾ ഇതിന് മുമ്പ് അപകടമുണ്ടായപ്പോൾ വയനാട്ടിൽ സംഭവിച്ച സാഹചര്യത്തിൽ ആളുകൾ സഹകരിക്കുന്ന മട്ടിലോ ആളുകൾക്ക് ഇടപെടാൻ കഴിയുന്ന മട്ടിലോ ആയിരിക്കില്ല ഇപ്പോൾ ഈ പ്രളയ സമാനമായ സാഹചര്യം ഉണ്ടായ സ്ഥലങ്ങളിൽ ആളുകൾക്ക് ഇടപെടാൻ കഴിയുക. പക്ഷേ ഇത് ആളുകളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള പണിയിൽ അദ്ദേഹം ഒരു നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതിൽ അദ്ദേഹം എല്ലാവരും, അതായത് ഈ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്ന മുഴുവൻ പേരെയും പിന്നീട് കുറ്റബോധത്തിൻ്റെ തടവറയിലേക്ക് തള്ളിയിടാനുള്ള ഒരു തന്ത്രം എൻ്റെ കയ്യിലുണ്ട് എന്ന മട്ടിലാണ് അദ്ദേഹം ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയുന്നത്. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് എന്ന് പറയും. അദ്ദേഹം പറയുകയാണ് വേണ്ടത്. പറയുകയാണ് വേണ്ടത്, പറയിക്കരുത് എന്നല്ല, പറയണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അത് പറയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ യഥാർത്ഥ പ്രശ്നമായി നമുക്ക് മുന്നിലുള്ളത്. ഇപ്പോൾ സനീഷ് ചൂണ്ടിക്കാട്ടിയ ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ അദ്ദേഹം പറയാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഈ നിലയ്ക്ക് അക്കൗണ്ടബിൾ ആകേണ്ട ഒരു തലത്തിലേക്ക് എത്തിയിട്ടില്ല. മുഖ്യമന്ത്രിയൊക്കെ ആകുന്നതിന് മുമ്പ്, തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അദ്ദേഹം ഈ ചാർട്ടേഡ് വിമാനത്തിൽ മംഗലാപുരത്ത് പോയത്. ധാരാളം ചോദ്യങ്ങൾ അതിലും വന്നതാണ്. അതിലും അദ്ദേഹം പറയാത്ത ഉത്തരങ്ങൾ ധാരാളമുണ്ട്. അതിലാണ് ചോദ്യങ്ങൾ വരുന്നത്. സ്വാഭാവികമല്ലേ, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ മാധ്യമങ്ങൾ സ്വാഭാവികമായി ചോദ്യങ്ങൾ ഉയർത്തും. അത് അക്കാര്യത്തിൽ ആര്യാടൻ മുഹമ്മദിന്റെ ബന്ധുക്കളെ കാണാനാണ് പോയെന്നല്ല അദ്ദേഹം പറഞ്ഞത്. ആദ്യം പറഞ്ഞ ആര്യാടൻ മുഹമ്മദിന്റെ ബന്ധുക്കളെ കാണാനായിട്ട് ചാർട്ടേഡ് വിമാനത്തിൽ പോകുന്ന ഒരാൾക്ക് മുഖ്യമന്ത്രി ആയ ശേഷം സ്വന്തം അമ്മായി അച്ഛനെ കാണാൻ, എന്നുവെച്ചാൽ ഭാര്യാപിതാവിനെ കാണാൻ ഹെലികോപ്റ്റർ പിടിച്ച് പോകുന്നതിൽ ഒരു അഭംഗിയില്ല. അത് പക്ഷേ അദ്ദേഹം പറഞ്ഞാൽ മതി. അങ്ങനെയാണല്ലോ ആദ്യം വാർത്ത വന്നത്. അങ്ങനെയാണ് എല്ലായിടത്തും വാർത്തയും ട്രോളും ഒക്കെ വന്നത്. പക്ഷേ അദ്ദേഹം നിഷേധിക്കുകയാണ്, അങ്ങനെയല്ല, ഞാൻ ഇൻവെസ്റ്ററെ കാണാൻ പോകണം. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ചോദ്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവിനെ കാണാൻ വേണ്ടിയിട്ട് ഹെലികോപ്റ്ററിൽ പോയതാണ്. കാരണം ആര്യാടൻ മുഹമ്മദിൻ്റെ ബന്ധുക്കളെ കാണാൻ വേണ്ടിയിട്ട് ചാർട്ടേഡ് വിമാനം പിടിച്ച് പോയ ഒരാൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്, പിന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധുവിനെ കാണാനാകുമ്പോൾ ഇതാകുന്നതിൽ ഒരു അത്ഭുതം എനിക്കില്ല. അവിടെ കൊണ്ട് ക്വസ്റ്റ്യൻ തീർന്നേനെ. പക്ഷേ അതല്ല എന്ന് പറയുമ്പോഴാണ് ഇൻവെസ്റ്റർ ആരാധന ചോദ്യം വരുന്നത്. അതിനകത്ത് ഒരു കാര്യം കൂടിയുണ്ട് സനീഷ്. അതായത് ഈ ഹെലികോപ്റ്ററിന് ഇത്ര മാസത്തേക്ക് കൂടി ഇത് സൗജന്യമായി നമുക്ക് ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ട്. കാരണം ഇതിവിടെ കിടന്നാൽ ഈ കാശ് എന്തായാലും കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് പ്രത്യേക കാശ് മുടക്കില്ലെങ്കിൽ ഇനി അദ്ദേഹത്തിൻ്റെ അമ്മായിച്ചന് സുഖമില്ലാതെ കിടക്കുകയാണെങ്കിലും ഒന്ന് പോയിട്ട് വരട്ടെ. അതിനകത്ത് ഇപ്പോൾ എന്താ കുഴപ്പം? ഒന്നുമില്ല. അതിനകത്ത് ഇപ്പോൾ എന്താ കുഴപ്പം? എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. കുഴപ്പം ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഇത് മഹാധൂർത്താണ്, കുഴപ്പമാണ്, ഇത് ആവശ്യമില്ലാത്ത പരിപാടിയാണെന്നൊക്കെ ഇദ്ദേഹം വിമർശിച്ച ഒരു തലം മുമ്പിലുള്ളത് കൊണ്ട് ചിലപ്പോൾ ചില വിമർശനങ്ങൾ ഉയർന്നേക്കാം. എന്നാൽ പോലും അദ്ദേഹത്തിന് പറഞ്ഞു നിൽക്കാവുന്ന സാഹചര്യമേ ഉള്ളൂ. അത്തരം ഒരു സാഹചര്യം ഇപ്പോൾ ഇവിടെ ഈ മധ്യകേരളത്തിലെല്ലാം വലിയ പ്രളയവും ദുരന്തവും ഒക്കെ നടക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബാംഗത്തിന് ഇങ്ങനെ ഗുരുതരാവസ്ഥയുണ്ടെങ്കിൽ അദ്ദേഹം ഒന്ന് പോയി വരുന്നതിന് എന്താണ് ഇപ്പോൾ കുഴപ്പമൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ മറ്റ് അതിനോട് ചേർന്ന് വരുന്ന വിഷ്വൽസ്, അല്ലെങ്കിൽ അദ്ദേഹം അതിനെ വിശദീകരിക്കുന്ന രീതി, ഇതൊക്കെ കൊണ്ടാണ് അത് കൂടുതൽ കുഴപ്പത്തിലേക്ക് പോയി പെടുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഇതിൽ എന്തൊക്കെ കാര്യമാണ് അദ്ദേഹം ഉത്തരം പറയേണ്ട കുറേ വിഷയങ്ങളുണ്ടല്ലോ. അതെന്താണ്? ഇപ്പോൾ ഡാം മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ 2018 പ്രളയം ഉണ്ടായപ്പോൾ, 2019 ദുരന്തമുണ്ടായപ്പോഴൊക്കെ ഉന്നയിക്കപ്പെട്ട പ്രധാന ആരോപണം എന്താണ്? ഡാം മാനേജ്മെൻറ്റിലെ പെശകാണ്, ഈ ഡാം തുറന്നുവിട്ട് ആളുകളെ മുക്കിക്കൊന്നു. ഇതൊക്കെ ആര് പറഞ്ഞത്? ഇദ്ദേഹം പറഞ്ഞതാണ്. അതായത് അന്ന് വി ഡി സതീശനും ഉന്നയിച്ച ആരോപണമാണിത്. ഇത് അന്ന് ഉന്നയിക്കുക മാത്രമല്ല, ഈ കഴിഞ്ഞ ഇടയ്ക്ക് മുൻമന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നല്ലോ. ആ സമയത്ത് പോലും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഞാനിത് 2018 മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്ന്. അങ്ങനെയുള്ള വിഷയത്തിൽ, ആ വിഷയത്തിൽ അത്ര ഉത്തരവാദിത്വ ബോധത്തോടെ ഇടപെടാൻ കഴിയുന്ന വ്യക്തി എന്ന് ആവർത്തിച്ച് പറഞ്ഞല്ലേ അദ്ദേഹത്തെ ജനമെല്ലാം കൂടെ തെരഞ്ഞെടുത്ത് വിട്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തെ നമ്മൾ എന്നാൽ പിന്നെ സാറ് ഭരിക്കൂ, നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുമ്പോൾ മൂഴിയാറ് ആരോടും പറയാതെ രാത്രി 1 മണിക്ക് തുറന്നു എന്നുള്ള ആരോപണമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ ആരോപണത്തിൽ മറുപടി അദ്ദേഹം പറയണ്ടേ?
ആ ആരോപണത്തിൽ മറുപടി അങ്ങനെ ഒരു സമയത്താണ് ഈ 1 മണിക്ക് അവിടെ ഇത് തുറന്നു വിട്ടു എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തെ കാണുന്നത് എവിടെയാണ്? അദ്ദേഹത്തെ കാണുന്നത് ഇവിടെ ജുവലറി ഉദ്ഘാടനത്തിലോ അല്ലെങ്കിൽ സൽക്കാരവേദിയിലോ ഒക്കെയാണ് അദ്ദേഹത്തെ കാണുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അദ്ദേഹം വളരെ ഉത്തരവാദിത്വ ബോധത്തോടെ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളാണ് എന്ന് മുമ്പിരുന്നവരോട് ആരോപിച്ചയാളെ നമ്മൾ ഇദ്ദേഹത്തെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ ഭരണം. ശരി, അതിനേക്കാൾ മികച്ചതാക്കി കൊണ്ടുവരുമല്ലോ എന്നുള്ളത്. അപ്പോൾ ആ താരതമ്യം ഉണ്ടാകും, ഈ ചോദ്യങ്ങളും സ്വാഭാവികമായിട്ടുണ്ടാകും. അതുപോലെ ഈ സിൽറ്റ് നീക്കവും ഈ ഡ്രെയിനേജ് സംവിധാനങ്ങളും ശരിയാക്കുന്നതിനെക്കുറിച്ച് അന്ന് അദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആര്? VD സതീശൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ ഇപ്പോൾ ആരോപണം ഉയർന്നിട്ടുണ്ട്. ആ കാര്യത്തിൽ ആരോപണങ്ങളുണ്ട്. ഇപ്പോൾ തോട്ടപ്പള്ളി സ്പില്ല് പൊഴിമുറിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഗുരുതരമായ ആരോപണം ഭരണകക്ഷിക്കകത്തുനിന്ന് തന്നെയാണ്, അല്ലെ ഭരണ മുന്നണിക്കകത്തുനിന്ന് തന്നെയാണ് ഉയരുന്നത്. അതിനകത്ത് അതായത് ലിജു വളരെ കർശനമായി പറഞ്ഞിട്ട് പോലും പൊഴി മുറിച്ചില്ല എന്നാണല്ലോ സജി ചെറിയാൻ പറഞ്ഞത്. ഞാൻ രാഷ്ട്രീയം പറയില്ല, ലിജു കർശനമായി നിർദ്ദേശം കൊടുത്താണ്, എന്നിട്ടും ഇത് മുറിച്ചിട്ടില്ല. അതിൽ കുഴപ്പമുണ്ട്. അവിടെയുള്ള ആളുകൾ എന്താ ആരോപിക്കുന്നത്? അതിൽ അഴിമതിയുണ്ടെന്നാണ്. അവിടുത്തെ എക്കലും അതിൻ്റെ ഈ അവിടുത്തെ ഈ ധാതുക്കളുമൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ പൊഴി മുറിക്കാതിരിക്കുന്നത് എന്നുള്ള ഗുരുതരമായ ആരോപണം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ആ ആരോപണം അന്നുന്നയിച്ചവർ ഇന്ന് ഇതിന് മറുപടി പറയണ്ടേ? ഇന്ന് അങ്ങനെയല്ല, നമ്മളിതാ വളരെ കാര്യക്ഷമമായി ഇത് നടപ്പാക്കിയിരിക്കുന്നു എന്ന് പറയണ്ടേ? ഈ ആരോപണം അന്ന് രമേശ് ചെന്നിത്തല ഉന്നയിച്ചതാണ്. ആരോപണം അന്നുന്നയിച്ചതാണ്. ഈ കാര്യത്തിൽ പൊഴിമുറിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാലതാമസം ഉണ്ടായപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ മുമ്പ് ഉന്നയിച്ച ആരോപണങ്ങളിൽ ഇന്നെങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കുന്നു? നിങ്ങളത് ശരിയാക്കാമെന്ന് പറഞ്ഞല്ലേ അധികാരത്തിൽ വന്നത്, അത് ശരിയാക്കിയോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞ് തന്നെ പോകണം ഈ ഓരോ വിഷയങ്ങളിൽ. അതുപോലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ, ഇന്നിപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് മറ്റൊരു ചാനലിലാണ് ഞാൻ കണ്ടത്, ഒരു മാധ്യമപ്രവർത്തകൻ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ ഭക്ഷണമില്ല, രാവിലെ മുതൽ ഭക്ഷണമില്ല. 2 മണിയായപ്പോഴെങ്ങാണ്ടാണ് അവിടെ, അതായത് സവാള മാത്രമേ എത്തിയിട്ടുള്ളൂ, വേറെ ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങളൊന്നും എത്തിയിട്ടില്ല. ഭക്ഷണം ചോദിച്ചപ്പോൾ ഇതിൻ്റെ അവിടെയുള്ള ഉദ്യോഗസ്ഥരും സംഘാടകരും ഒക്കെ പറയുന്നത് നിങ്ങൾ വീട്ടിൽ ഭക്ഷണം വെച്ചല്ലേ കഴിക്കുന്നത് എന്നൊക്കെയുള്ള തരത്തിലുള്ള നിഷേധാത്മകമായ സമീപനം സ്വീകരിച്ചു എന്നുള്ള ആരോപണം ചങ്ങനാശ്ശേരി ഭാഗത്താണ്. ചങ്ങനാശ്ശേരി MLA ആണ് അവിടെ വരുന്നത്. ചങ്ങനാശ്ശേരി MLAയും ഈ റിപ്പോർട്ടറും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കത്തിൽ ഏർപ്പെടുകയാണ് പിന്നീട്. അതെന്താണ്? അവിടെ ആളുകൾ പറയുന്നുണ്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന്. അപ്പോൾ പക്ഷേ ഈ MLA അടക്കം ഈ റിപ്പോർട്ടറോട് തട്ടിക്കയറുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ ക്യാമ്പുകളുടെ മാനേജ്മെൻറ്റിൽ പിശക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തില്ലേ. അതായത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല എന്ന്. ഭക്ഷണം കിട്ടാത്തതാണ് അവിടുത്തെ പ്രശ്നം. അപ്പോൾ ആ ഭക്ഷണം കിട്ടാത്ത പ്രശ്നം നമ്മൾ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ അന്ന് കാര്യക്ഷമമായി വളരെ വേഗത്തിൽ തന്നെ PC വിഷ്ണുനാഥ് ഇടപെട്ടിട്ടാണ് അന്ന് അവിടെ ഭക്ഷണം എത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഭക്ഷണം ആദ്യം എത്തിയില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ 2018-ലും 2019-ലും ഒക്കെ ഉന്നയിച്ചിരുന്ന ആരോപണം, 2021-ൽ പോലും ഉന്നയിച്ചിരുന്ന ആരോപണം എന്താണ്? ഈ അന്നത്തെ UDF സർക്കാർ, പ്രത്യേകിച്ച് VD സതീശൻ അന്ന് ഈ ഭക്ഷണമടക്കം എത്തിക്കുന്നതിൽ ഈ ക്യാമ്പുകൾ പ്രശ്നത്തിലാണ്, ഇവരുടെ പുനരധിവാസം വൈകുന്നു. ഈ ക്യാമ്പുകളുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച ആളോട് ഈ ചോദ്യം നമ്മൾ വീണ്ടും ചോദിക്കും. അന്നത്തെ ഭരണാധികാരികളോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇല്ല എന്ന് ഇവർ വെറുതെ ആരോപിക്കുന്നതാണ്. അന്നത്തെ മാധ്യമങ്ങളുടെ ചർച്ചകൾ എടുത്ത് പരിശോധിച്ചാൽ ഈ ചോദ്യങ്ങളെല്ലാം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. അത് ഏറിയും കുറഞ്ഞും അതിൻ്റെ ആ ഇഷ്യൂവിൻ്റെ വലിപ്പം അനുസരിച്ചാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ KSDMAക്കെതിരെ ഏറ്റവും രൂക്ഷമായി ആഞ്ഞടിച്ച ഒരാളാണ് VD സതീശൻ. നേരിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ 2021-ലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞതുപോലെ കൊക്കയാറിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പോലും ഈ ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും KSDMA എന്നുള്ളത് കാര്യക്ഷമമായല്ല പ്രവർത്തിക്കുന്നത് എന്ന്. ഇപ്പോൾ KSDMAക്കെതിരെ ഈ ആരോപണം ഇല്ലേ? ഈ പക്ഷത്തിന് തന്നെ, അല്ലെങ്കിൽ സർക്കാരിനെ വല്ലാതെ പിന്തുണയ്ക്കുന്ന മാധ്യമപ്രവർത്തകരടക്കം പരസ്യമായി എഴുതുകയാണ് KSDMAക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ കാര്യത്തിൽ മറുപടി പറയണ്ടേ? അപ്പം ഇത് മറുപടി പറയേണ്ടാത്ത വിഷയങ്ങളാണ് എന്നുള്ളത് ഒരു പുകമറ സൃഷ്ടിക്കലാണ്. അല്ലെങ്കിൽ ഇങ്ങനെ വഴുതി മാറിയാൽ ഈ ചോദ്യങ്ങളൊന്നും ഉയരില്ല എന്നുള്ളത് ഒരു തെറ്റായ ധാരണയാണ്. ഈ കാര്യങ്ങളിലെല്ലാം തീർച്ചയായും മറുപടി വന്നേ പറ്റൂ. പിന്നെ ഈ നേതൃത്വത്തെക്കുറിച്ചുള്ള ആരോപണം, അതായത് ആരാണ് KSDMA ചെയർമാൻ? ആരാണ്? ഇദ്ദേഹം തന്നെയാണ്, VD സതീശൻ തന്നെയാണ്. അപ്പോൾ ആ നേതൃത്വം എന്നുള്ള നിലയ്ക്കല്ലേ അദ്ദേഹത്തോട് ഈ ചോദ്യങ്ങൾ ഉയരുക? ആ ചോദ്യത്തിന് എല്ലാം അദ്ദേഹം ഉത്തരം പറയുക തന്നെയാണ് വേണ്ടത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ദുരന്ത നിവാരണ പരിപാടികളിലെ ശ്രദ്ധക്കുറവിനെക്കുറിച്ച് നിരന്തരം അന്നത്തെ സർക്കാരിനെതിരെ ആരോപണം ഉന്നയിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് ഇന്ന് ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്തത് എന്ന് അദ്ദേഹം തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. അത് മാധ്യമങ്ങളോട്
ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നത്. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം ചോദ്യങ്ങൾ ഉയരുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ വഴുതി മാറുന്നത് ശരിയല്ല. അങ്ങനെ തടി തപ്പാനും രക്ഷപ്പെടാനും കഴിയില്ല ഇനിയായാലും. കാരണം നമ്മൾ വലിയ പ്രതീക്ഷയോടെ അല്ലേ സനീഷ് ഈ കാര്യത്തിൽ ഇപ്പോൾ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുന്നു എന്നുള്ളതിനെ ഏറെ പ്രതീക്ഷയോടെ കണ്ട ഒരാളാണ് ഞാൻ. നമ്മളിതിവിടെ ചർച്ച ചെയ്തിട്ടുമുണ്ട്. കാരണം പല വിഷയങ്ങളിലും നമ്മൾ കൃത്യമായി എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം വിഷയം അടക്കമുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പം വളരെ ആർജവത്തോടെ നിലപാട് സ്വീകരിച്ച ആളാണ് വി ഡി സതീശൻ. അതല്ലാതെയും ഇത് ഇപ്പോൾ മാത്രമല്ല, വി ഡി സതീശൻ മുമ്പും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നേരിട്ട് ഉമ്മൻചാണ്ടിയെ വിമർശിച്ചുകൊണ്ട് തന്നെ രംഗത്ത് വരികയും ആ കാലത്ത് അദ്ദേഹം വളരെ ഒരു ജനപക്ഷ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ള പ്രതീതി സൃഷ്ടിച്ചു വന്നയാളല്ലേ. നമുക്ക് പ്രതീക്ഷയില്ലേ? അദ്ദേഹം ഹർഷ നമ്മുടെ കേരളത്തിലൊരു അദ്ദേഹം കേരളത്തിലൊരു ഉദാഹരണമാവുകയാണ് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക്. എന്ത് ഉദാഹരണമാണ്? അരിയത്ര എന്ന് ചോദിച്ചാൽ പയറഞ്ഞാഴി എന്ന് പറയുന്നൊരു ചൊല്ലില്ലേ, ആ ചൊല്ലിൻ്റെ ഉദാഹരണമാവുകയാണ് വി ഡി സതീശൻ. ഇതിനൊരു പ്രശ്നം കൂടിയുണ്ട് സതീഷ്, അത് മുമ്പ് നടക്കുമായിരുന്നു. ഇപ്പോൾ കെ കരുണാകരനോട് ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം കണ്ണിറുക്കി രക്ഷപ്പെടുന്ന ഒരു രീതി നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ, അതായത് ആ ശൈലി അത് ഇനി നടക്കില്ല, ഈ പുതിയ കാലത്ത് നടക്കില്ല. അതായത് എന്താ കാരണം? സമയമില്ല. എന്നാലും ഞാൻ ഒറ്റ കാര്യം കൂടി ചേർക്കട്ടെ, എല്ലാം കൂടെ പറയേണ്ടത് കരുതി. പക്ഷേ എന്നാലും ഇപ്പം അദ്ദേഹത്തോട് മറ്റൊരു ചോദ്യം വന്നു. ഇങ്ങനെ താങ്കൾ ഇങ്ങനെ നുണ പറയുകയാണെന്ന് പ്രതിപക്ഷം പറഞ്ഞല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവരെന്നെ ഇലക്ഷന് മുമ്പ് തന്നെ പറഞ്ഞു തുടങ്ങിയല്ലേ, എന്നിട്ട് ജനം അതിന് നല്ല തിരിച്ചടി കൊടുത്തു, എന്നിട്ട് വന്നില്ലേ, അവരുടെ ആ സംഗതി പൊളിഞ്ഞില്ലേ എന്നാണ്. അതായത് ഒന്ന് അദ്ദേഹം പറയുമ്പോൾ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കാം എന്ന് കരുതിയിട്ടൊന്നുമില്ല ജനം വോട്ട് ചെയ്ത്. ഏത് വി ഡി സതീശനെ ആളുകൾ നുണേശൻ എന്ന് വിളിക്കുന്നു. അദ്ദേഹം പറയുന്നത് നുണയാണ് എന്ന് പറയുന്നതിനെ പൂർണ്ണമായിട്ട് തള്ളിയിട്ടല്ല ജനം വോട്ട് ചെയ്ത്. അദ്ദേഹത്തിനുള്ള ഇത് പ്രസിഡൻഷ്യൽ ഇലക്ഷനിലല്ലോ നടന്നത്. അത് 2 ടേമായിട്ട് ഭരിക്കുന്ന ഈ പിണറായി വിജയൻ സർക്കാരിനോട് ജനത്തിന് വിയോജിപ്പുണ്ടായിരുന്നു, അവരെ മറച്ചിടണമായിരുന്നു. മറ്റൊരുപാട് നേതാക്കളുണ്ടായിരുന്നു. വി ഡി സതീശനാണ് മുഖ്യമന്ത്രി എന്ന് കോൺഗ്രസ് പറഞ്ഞോ, യു ഡി എഫ് പറഞ്ഞോ? രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോടക്കമുള്ള ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ആ സർക്കാരിന് ഈ 2 വർഷം ഭരിച്ച 2 ടേമായിട്ട് ഭരിച്ച സർക്കാരിനെതിരായുള്ള ജനരോഷം കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നണിയെ തെരഞ്ഞെടുക്കാനുള്ള ഒരു അഭിവാഞ്ച ഇതിനു വേണ്ടിയിട്ടാണ്. അല്ലാതെ വി ഡി സതീശൻ മഹാഗംഭീര കക്ഷിയാണ്, സത്യവാനാണ് എന്ന് ആളുകൾ ഒപ്പിടുകയല്ല ചെയ്തത്. അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് തെളിയിക്കേണ്ടത്. അദ്ദേഹം ഈ പറയുന്ന അവാസ്തവങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും ശരിയല്ലാത്ത തരത്തിൽ ചോദ്യങ്ങളെ നേരിട്ടുകൊണ്ട് അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ 1.5 കിലോ എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുകയും ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം മനസ്സിലാക്കണം. അത്രയേ ഉള്ളൂ. തീർച്ചയായും. പക്ഷേ അതേസമയം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏകപക്ഷീയമായി ഈ സർക്കാരിൻ്റെ സകല നടപടികളും ഈ വിഷയത്തിൽ തെറ്റാണ് എന്നൊരു കാരണവശാലും ഞാൻ പറയില്ല. കാരണം നമുക്കനുഭവമുണ്ട്. നമ്മൾ ഓരോ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ ഈ മട്ടിൽ ഔദ്ധത്യത്തോടെയോ നിഷേധാത്മകതയോടെയോ പ്രതികരിക്കാതെ വളരെ കൃത്യമായി ആ വിഷയത്തിൽ ഇടപെട്ട് ആ കാര്യങ്ങളിൽ പരിഹാരമുണ്ടാക്കുന്ന മന്ത്രിമാരെ നമ്മൾ നിശ്ചയമായിട്ടും അതാണ് ഇതിനകത്ത് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം. ഇതുവരെ ഈ ചുരുങ്ങിയ സമയത്തിനകത്ത് തന്നെ ഇപ്പോൾ ഇന്നലെ CP ജോൺ 2 തവണ അദ്ദേഹം പറഞ്ഞു, ഇന്നും അദ്ദേഹം വന്ന് തിരുത്തി. പിന്നെ ഒരുപാട് മന്ത്രിമാർ, അതായത് കാര്യങ്ങൾ വളരെ നന്നായിട്ട് കൊണ്ടുവന്ന വിഷ്ണുനാഥ്, ലിജു തുടങ്ങിയ എത്രയോ ചെറുപ്പക്കാരാണ്, ബിന്ദു കൃഷ്ണ, ഇവരെല്ലാം നമ്മൾ ഓരോ റിപ്പോർട്ടുകളായി എടുത്ത് പറയാൻ നമ്മൾ മാത്രമല്ല, അതായത് ജനങ്ങൾക്കിടയിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങളെ ജനങ്ങൾക്കിടയിൽ നിന്ന് പരിഹരിക്കുന്ന മന്ത്രിമാർ ഇതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് സർക്കാരിനെ ആകപ്പാടുള്ള കാര്യമല്ല പറയുന്നത്. ഈവൻ വി ഡി സതീശൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തെ പോലും അല്ല പറയുന്നത്. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളിലെ കുഴപ്പം നമ്മളോട് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് തിരുത്തണം, സംഗതി വരികയാണെങ്കിൽ വിമർശിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതെൻ്റെ രഹസ്യമാണ്, അങ്ങനെ രഹസ്യം മുഖ്യമന്ത്രിക്കില്ല. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായുള്ള രഹസ്യങ്ങൾ അദ്ദേഹത്തിനാകാമെന്നല്ലാതെ വിമാനത്തിൽ പോയത്, ഹെലികോപ്റ്ററിൽ പോയത് എൻ്റെ രഹസ്യമാണ്, ഞാനത് പറയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വലിച്ചു പുറത്തിടും. അതാണ് ശ്രീ വി ഡി സതീശൻ ഞങ്ങളുടെ പണി. അവസാനം ഇതാണ്, അതായത് ഈ പറയുന്നത് മനസ്സിലാകാഞ്ഞിട്ടൊന്നും അല്ല അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഭക്ഷണം കഴിച്ചതിന് ആരെങ്കിലും വല്ല കുഴപ്പവും പറയുമോ? പക്ഷേ ഞാൻ ഭക്ഷണം കഴിച്ചത് കുഴപ്പമായോ എന്നിങ്ങോട്ട് ചോദിക്കുകയാണ്. അതല്ല യഥാർത്ഥ പ്രശ്നം അവിടെ നിലനിൽക്കുന്നത്. ഭക്ഷണം കഴിച്ചു എന്നുള്ളതല്ല. അദ്ദേഹത്തോട് ഒരു മാധ്യമപ്രവർത്തകൻ, ആരാണെന്ന് അറിയില്ല, ഒരു മാധ്യമപ്രവർത്തകൻ വളരെ കൃത്യമായി പറയുന്നുണ്ട്, അതിനപ്പുറത്താണല്ലോ 5 പേര് മരിച്ചത് പ്രകൃതി ദുരന്തത്തിൽ, അവിടെ നിങ്ങളൊന്നും പോയില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സീൻ അവിടെയുണ്ട്, ഒരു ഇഷ്യൂ അവിടെയുണ്ട്. അപ്പോഴാണ് ഇപ്പുറത്ത് സൽക്കാരം നടക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയല്ല അതിന് മറുപടി പറയേണ്ടത് തന്നെയാണ് ഒരു സംശയവുമില്ലാതെ നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മൾ ഈ സംസാരിക്കുന്ന നേരത്തും കുട്ടനാട്ടിലെ മഴക്കെടുതി അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. സർക്കാർ സംവിധാനങ്ങളെല്ലാം കുട്ടനാട്ടിൽ പരാജയപ്പെട്ടു എന്നൊരു ഭരണകക്ഷി MLA തന്നെയാണ് ആരോപിക്കുന്നതെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. തോട്ടപ്പള്ളി പുഴയിൽ ആഴം കൂട്ടാനോ പുഴയിലെ മണൽത്തിട്ടകൾ കൃത്യസമയത്ത് നീക്കാനോ അധികൃതർ ശ്രമിച്ചില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ കടലിലേക്കുള്ള നീരൊഴുക്ക് വലിയ തോതിൽ കുറഞ്ഞതാണ് ആലപ്പുഴയിൽ വെള്ളപ്പൊക്കത്തിനിടയാക്കിയതിൻ്റെ ഒരു കാരണമെന്ന് വ്യക്തമാണ്. മഴക്കാലത്തിന് മുമ്പ് തന്നെ തോട്ടപ്പള്ളിയിലെ മണൽ നീക്കം ചെയ്യണമെന്ന് വിദഗ്ധ സമിതി റിപ്പോർട്ടും ഉണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും ചെയ്തില്ലെന്നതാണ് കുട്ടനാട്ടിൽ ഗുരുതര സാഹചര്യം ഉണ്ടാക്കിയത്. മഴക്കെടുതി ചർച്ച ചെയ്യാൻ ചേർന്ന അവലോകന യോഗത്തിൽ നിന്ന് കോന്നി MLA ജനീഷ് കുമാറിനെ
ആ അവലോകന യോഗത്തിലേക്ക് ജനീഷ് കുമാറിനെ വിളിക്കാത്തതിലും ഗുരുതരമായ പരാതി ഉയർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുമ്പോൾ ഭരണകക്ഷിയിൽപ്പെട്ട MLA-മാരും കോൺഗ്രസ് നേതാക്കളും ഒപ്പം ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് കൂടിയാണ് ആ ആരോപണം കുറച്ച് ഗുരുതരമാണ് എന്ന് പറയേണ്ടി വരുന്നത്. ഉരുൾപൊട്ടലടക്കം വലിയ നാശനഷ്ടമുണ്ടായ കോന്നിയിൽ വരാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. എന്തുതന്നെയായാലും അപ്രതീക്ഷിതമായുണ്ടായ ഈ പ്രളയസമാന ദുരന്തത്തിൽ സർക്കാർ സംവിധാനങ്ങൾ ഒന്നാകെ ഏകോപിപ്പിക്കുന്നതിൽ പാളിച്ചയുണ്ടായി എന്ന ആരോപണം സർക്കാർ തീർച്ചയായും പരിശോധിക്കണം. അതിൽ ഉരുളാതെ മറുപടി പറയുകയും വേണം. ആദ്യ ചെറിയൊരു ഇടവേള.